ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നും ഒരു ട്രാവലിംഗ് വ്ളോഗാണ് കേട്ടോ. ഒന്ന് കണ്ണൂർ വരെ ഒന്ന് പോവണം. ഒരു ചെറിയൊരു കാര്യം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് ഞാൻ പിന്നെ പറയാം എന്താണെന്ന്. അപ്പോൾ നമ്മളൊരു 7 മണി ട്രെയിനിൽ പോകാനാണ്. ഒരു 6:15 ആയപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങി. കുറച്ച് ലേറ്റായി കേട്ടോ. അപ്പോൾ ഇതാ ഒരു 6:45 ആകുമ്പോൾ എത്തുമ്പോൾ അപ്പോൾ ഞാൻ വേഗം പോയി ട്രെയിൻ ടിക്കറ്റൊക്കെ എടുത്തു. അപ്പോൾ നമ്മൾ വേഗം പ്ലാറ്റ്ഫോമിലേക്ക് പോവാണ് കേട്ടോ. അപ്പോൾ അവിടെ എത്തി നമ്മളൊരു 1.5 വർഷത്തിന് ശേഷമാണ് നമ്മൾ കണ്ണൂർ പോകുന്നത്. നമ്മൾ സാധാരണ 7 മണി ട്രെയിനിൽ തന്നെ പോകാറുള്ളത്. എപ്പോഴും റിസർവേഷൻ ചെയ്തിട്ടൊക്കെയാണ് പോവുക. അപ്പോൾ ഇന്നിപ്പോൾ അതിന് പറ്റിയില്ല. അപ്പോൾ തിരക്ക് ഉണ്ടാവില്ല എന്ന് വിചാരിച്ചു, പക്ഷേ അവിടെ എത്തിയപ്പോൾ നല്ല തിരക്കായിരുന്നു കേട്ടോ. അപ്പോൾ എപ്പോഴും സീറ്റൊക്കെ കിട്ടുമായിരുന്നു റിസർവേഷൻ ചെയ്യാണ്ട് പോയാലും. അപ്പോൾ ഇന്ന് പോയപ്പോൾ ആദ്യത്തെ പോലെ ആയിരുന്നില്ല കേട്ടോ. നല്ല തിരക്കുണ്ടായിരുന്നു. എന്താ പറയുക, നിൽക്കാനും പറ്റുന്നുണ്ടായിരുന്നില്ല, അത്രയ്ക്കും തിരക്ക്. പിന്നെ കുട്ടികളൊക്കെ പിന്നെ അതിന് മുകളിലൊക്കെ അങ്ങനെ ഇരുത്തി. പിന്നെ കുറച്ച് ദൂരം അങ്ങനെ നിന്ന് പിന്നെ കുറച്ച് നേരം പോയപ്പോൾ ഒരു കുട്ടി അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങനെ ആ കുട്ടീൻ്റെ സ്ഥലം തന്നു കേട്ടോ ഇരിക്കാൻ. പിന്നെ എന്താ പുറത്തെ കാഴ്ചയൊക്കെ കണ്ടിട്ട് ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. എനിക്ക് ട്രെയിനിൽ യാത്ര ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അങ്ങനെ കാഴ്ചയൊക്കെ കണ്ട് ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് പെട്ടെന്ന് മോൻ ഛർദ്ദിച്ചിട്ട് വന്നത്. അപ്പോൾ എല്ലാവരും ഓരോരോ ഭാഗത്തായിരുന്നു, സ്ഥലമില്ലാത്തത് കൊണ്ട്. പിന്നെ അവനിങ്ങനെ ഒരേ ഛർദ്ദിയായി. ഇവിടെ കുറച്ച് കാറ്റൊക്കെ കൊണ്ട് അതിനൊന്ന് മുഖം കഴുകി കൊടുത്ത് അങ്ങനെ അവിടെ നിർത്തിയിട്ടോ. പിന്നെ വീഡിയോ ഒന്നും എടുത്തില്ല. പിന്നെ നമ്മൾ അവിടെ ഇറങ്ങി പിന്നെ ബസ്സിലായിരുന്നു. ബസ്സിലൊരു 20 കിലോമീറ്റർ നമുക്ക് പോകണം കേട്ടോ. അപ്പം അങ്ങനെ പോയി. പിന്നെ റൂമെത്തി. അവിടെ നമ്മളെ ഫ്രണ്ടിൻ്റെ ക്വാർട്ടേഴ്സിലായിരുന്നു സ്റ്റേ ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ അവിടെ എത്തി പിന്നെ ഫ്രഷൊക്കെ ആയി കുറച്ച് നേരം ഉറങ്ങി ഫുഡൊക്കെ കഴിച്ച് ഒരു 4:30 ആയപ്പം ഹസ്ബൻഡ് കോളേജിൽ നിന്ന് വന്നു. അപ്പം ഒന്ന് പുറത്തൊക്കെ ഒന്ന് പോയിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഇറങ്ങി കേട്ടോ. അപ്പോഴേക്കാണ് ഇത്തിരി ഒന്ന് ഉഷാറായി ഒന്ന് ഉറങ്ങിയപ്പോൾ. അപ്പോൾ നമ്മളിവിടെ ഒരു കുറച്ച് കാലം ഇവിടെ താമസിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ നിന്നത് ആ ക്വാർട്ടേഴ്സിലായിരുന്നു. അപ്പോൾ അതൊക്കെ കണ്ടപ്പോൾ ചെറിയൊരു വിഷമമൊക്കെ തോന്നി. പിന്നെ നമ്മളിപ്പോൾ ഇതിലായിരുന്നു കേട്ടോ നിന്നത്. പിന്നെ ഇവിടെ ഒരു സ്നേക്ക് പാർക്കൊക്കെ ഉണ്ട്, അടുത്ത് തന്നെയാണ്. അപ്പോൾ നമ്മൾ അവിടെ ഒന്നും പോവില്ല, എപ്പോഴും വരുമ്പോൾ പോകും ഇവിടെ. അപ്പോൾ ഇപ്രാവശ്യം പോയില്ല കേട്ടോ. പിന്നെ ഇതടുത്തൊരു ഹോസ്പിറ്റലാണ് കേട്ടോ. നമ്മളിവിടെ എപ്പോൾ വന്നാലും ഇവിടെ പോകാണ്ട് തിരിച്ചു പോയിട്ടേ ഇല്ല. പിന്നെ അത് കണ്ടും അവിടെ മൊത്തം ഈ ചുവപ്പ് പൂക്കൾ വരുന്ന നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. പിന്നെ മഴയൊക്കെ ഉണ്ടായിരുന്നു ചെറുതായിട്ട്, തണുപ്പും. പിന്നെ നമ്മൾ ഈ പറശ്ശിനിക്കടവ് അവിടെ ഒരു ബോട്ടിംഗ് സർവീസൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങോട്ട് പോകാമെന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് പോയി. അപ്പം വൈകിട്ട് ഈ ചായയൊന്നും കുടിക്കാത്തത് കാരണം ഒരു കടയിൽ പോയി ഈ ചായയും പിന്നെ ഒരു എണ്ണക്കടിയൊക്കെ കഴിച്ചു. പിന്നെ ഒരു സാധനം ബീഫ് പത്തൽ അങ്ങനെ എന്തോ അങ്ങനെ അത് ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനങ്ങനെ കഴിച്ചില്ല. അപ്പോൾ കുട്ടികളൊക്കെ കഴിച്ചു, മോൻ കഴിച്ചില്ല കേട്ടോ. അവനൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പം പാല് മാത്രമേ കുടിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതൊക്കെ കുടിച്ച് അവിടെ കുറച്ച് നേരമൊക്കെ അങ്ങനെ ഇരുന്നു. അപ്പോൾ ഞാനും മോളും കൂടെ ഓരോ ഗോഷ്ഠിയൊക്കെ കാണിച്ചാണ് കേട്ടോ. പിന്നെ അത് കഴിഞ്ഞ് അവിടെ ഒരു പാലമുണ്ട്. അപ്പോൾ ആ പാലത്തിനവിടെ പോയി അങ്ങനെ കുറച്ച് നേരം നിന്നു. അവിടെ നല്ല കാറ്റൊക്കെ ഉണ്ടായിരുന്നു. ആ മഴയൊക്കെ പെയ്തതുകൊണ്ട് നല്ല തണുപ്പും നല്ല അടിപൊളി സ്ഥലമാണ് കേട്ടോ. അപ്പോൾ അവിടെ കുറച്ച് നേരം നിന്നു. പിന്നെ നമ്മൾ നേരെ പറശ്ശിനിക്കടവ് മറ്റേ ടെമ്പിളുണ്ട്. അപ്പോൾ അതിൻ്റെ അടുത്താണ് ഈ ബോട്ടിംഗ് സർവീസ്. അപ്പോൾ അങ്ങോട്ട് പോയി കേട്ടോ. കുറച്ച് അറിയപ്പെടുന്ന അമ്പലമാണ് കേട്ടോ ഇത്. അപ്പോൾ അതിനുള്ളിൽ കൂടെ പോയാൽ പെട്ടെന്ന് എത്താൻ പറ്റും. നമ്മൾ അതിൻ്റെ ഉള്ളിൽ കൂടെയാണ് വന്നത്. അപ്പോൾ അവിടെ വന്ന് അത്യാവശ്യം തിരക്കൊക്കെ ഉണ്ടായിരുന്നു. കൂടുതലും ഈ അമ്പലത്തേക്ക് വരുന്നവരെന്ന് ഇവിടെ ഇങ്ങനെ ബോട്ടിംഗ് സർവീസിനൊക്കെ നിൽക്കാറുള്ളത് തോന്നുന്നു. അപ്പോൾ കൂടുതലും അങ്ങനെ കണ്ടത്. അപ്പോൾ അവിടെ കുറച്ച് നേരം നിന്നു. ബോട്ടിൽ കയറാനുള്ള പ്ലാനൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ അവിടെ കുറേ നേരം നിന്നപ്പോൾ മോൾ പിന്നെ വാശി പിടിച്ച് പോകണമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ നമ്മൾ സാധാരണ വന്ന് ഇവിടെ ഗവൺമെൻറ്റിൻ്റെ ബോട്ടിംഗ് സർവീസ് ഉണ്ട്. അപ്പോൾ അതിലാണ് നമ്മൾ പോകാറുള്ളത്. അപ്പോൾ ശരി, അപ്പോൾ അതവിടെ കണ്ടില്ല. അപ്പോൾ പിന്നെ ഓരോ ഐസ്ക്രീമൊക്കെ കഴിച്ചിട്ട് അവിടെ നിന്നപ്പോൾ പെട്ടെന്ന് അത് വന്നു കേട്ടോ. അപ്പോൾ പിന്നെ ശരി പോവാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ അതിൽ പോയി. 1 മണിക്കൂറാണ്. നമ്മൾ കയറുമ്പോൾ ഒരു 6 മണിയായി. പിന്നെ അതിൽ കയറാൻ നല്ല പാട്ടൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ കയറിയതും വേടൻ്റെ സോങ് ആയിരുന്നു കേട്ടോ. അപ്പോൾ അത് കേട്ടത് മോനിരുന്ന് പാടിയായിരുന്നു. അപ്പോൾ അടിപൊളി സോങ്ങൊക്കെ ആയിരുന്നു കേട്ടോ അതിൽ വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പം നല്ല രസമായിരുന്നു. നല്ല കാറ്റും നല്ല തണുപ്പൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ കുട്ടികൾക്ക് നല്ല ഇഷ്ടമാണ് കേട്ടോ ഈ ബോട്ടിലൊക്കെ പോകാൻ. എനിക്ക് പേടിയാണ്.
എന്നാലും പോയി. അതപ്പോൾ കുറച്ചങ്ങനെ ഇരുട്ടൊക്കെ ആയി. അപ്പോൾ കുറച്ച് ഇരുട്ടായപ്പോൾ പിന്നെ നല്ല രസമായിരുന്നു കേട്ടോ, ആ ലൈറ്റും അടിപൊളി വ്യൂ ആയിരുന്നു കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു കാണാൻ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നമ്മളൊരു 7 മണിക്ക് അവിടെ നിന്ന് അങ്ങനെ ഇറങ്ങി. പിന്നെ അതിനുള്ളിൽ കൂടെ, അമ്പലത്തിൻ്റെ ഉള്ളിൽ കൂടെ നമ്മൾ തിരിച്ച് വന്നത്. അവിടെ മൊത്തം നിറയെ ഷോപ്പുകളാണ് കേട്ടോ, ഈ ഫാൻസി പിന്നെ ടോയ്സിൻ്റെയും നിറച്ചുണ്ട്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ ഒരു ബീച്ചിലേക്കാണ് പോയത്. അപ്പോൾ ഞാൻ ഈ വീഡിയോ ഒരുപാട് ലോങ് ആവണ്ടെന്ന് പറഞ്ഞിട്ട് അതിന് അടുത്ത വീഡിയോ ആയിട്ട് ഇടാം കേട്ടോ. അപ്പോൾ ഇത് ഇഷ്ടപ്പെട്ട എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ അടുത്ത വീഡിയോ കാണണം കേട്ടോ എല്ലാവരും. ഞാൻ അടുത്തതിലിടാം.